നമ്മൾ ഏർലി മോർണിംഗ് തോട്ട്സ് നോക്കിയിട്ട് കുറേ നാളായി അല്ലേ. പിന്നെ അത് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സ് നിങ്ങൾക്കായിട്ടുള്ളത് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ടാരോയിൽ തന്നെ നോക്കാം കേട്ടോ. ദേ വോണ്ട് ടു സേ ലവ് യു. നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയല്ലേ ഞാൻ കാർഡ് എടുത്തത് അല്ലേ. നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നുണ്ടായിരുന്നു. സ്നേഹം ഓവർഫ്ലോ ചെയ്യുന്ന അത്രയും സ്നേഹം. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു വെയിറ്റിംഗ് പീരീഡാണ്. നിങ്ങൾ ചിലപ്പോൾ ദൂരത്തിലൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങളെ കാണാൻ വരണമെങ്കിൽ കുറച്ച് സമയമുണ്ട്. അവർക്ക് ജോലി തിരക്കുകളുണ്ട്. അതുകൊണ്ടൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു മെസ്സേജ് എല്ലാം അയക്കുന്നതിനെ പറ്റി ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് നോക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓൺലൈൻ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ വിചാരിക്കുന്നു. സ്റ്റാർ കാർഡാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ്സിങ് എനർജി ഭയങ്കരമായിട്ട് തന്നെ. ഒരു പക്ഷേ വെയിറ്റിംഗ് എനർജിയിലായതുകൊണ്ടാണ് അവർ ഇനി നിങ്ങളെ കാണണമെങ്കിൽ കുറച്ച് ദിവസമാകുമായിരിക്കും. അതുകൊണ്ടാണ് ഒരു മിസ്സിങ് എനർജി അവിടെ. ഒരു യാത്ര അവർക്ക് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉറച്ച തീരുമാനമൊക്കെ എടുത്തിട്ടാണ് അവർ ദൂരെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കായി ഒരു ഉറച്ച തീരുമാനം അവരെടുത്തിട്ടുള്ളതായിട്ട് കാണുന്നു. അതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു യാത്ര അവർക്ക് വേണ്ടി വരുന്നതായിട്ട് അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഓൾറെഡി അവരൊരു യാത്ര പോയി കാണണം. അതുകൊണ്ടാണ് ദൂരം ആയിട്ട് കാണിക്കുന്നത്, ഡിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നത്. അവിടെ ഇരുന്ന് അവർ നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് അവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇനി അഥവാ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കോർട്ട് കേസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുള്ള ഒരു തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, അവിടെ ഒരു കോർട്ട് കേസൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൽക്കാലം ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. കോർട്ട് കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. മിസ്സിങ് എനർജി തന്നെയാണ്. വളരെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 2 പ്രാവശ്യം മിസ്സിങ് എനർജി അവിടെ നമുക്ക് കിട്ടിയിരുന്നു. തൽക്കാലം ഒരു ടവർ മൂവ്മെൻറ്റ് അവിടെ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട് ചിലർക്കെങ്കിലും. കാരണം ഡിസ്റ്റൻസ് മൂലം നിങ്ങളെ വന്ന് കാണാൻ അവർക്ക് തടസ്സങ്ങളുണ്ട്. യാത്ര തന്നെയാണ് അവിടെ കാണുന്നത്. ഒന്നുകിൽ ഇവർ ഓൾറെഡി യാത്ര ചെയ്ത് പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് ചിലർക്കെങ്കിലും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.